എനിക്ക് പേഴ്സണലി ഒരുപാട് സന്തോഷമുള്ളത് കോമ്പിനേഷൻ ഇല്ലെങ്കിൽ പോലും രമേഷ് വർമ്മ മാഷ് എന്റെ അധ്യാപകനായിരുന്നു. കാലടി യൂണിവേഴ്സിറ്റിയിലെ PG, അദ്ദേഹം 2 വർഷം എന്റെ അധ്യാപകനാണ്. അപ്പോ എന്റെ പ്രൊഫസറും കൂടെ പങ്കെടുത്ത ഒരു സിനിമയിൽ ചെയ്യാൻ പറ്റും. എനിക്ക് തന്നെ അദ്ദേഹത്തിന്റെ കോമ്പിനേഷൻ എന്റെ ഹെഡാണ് അദ്ദേഹം. എനിക്ക് അദ്ദേഹം നേരത്തെ പരിചയമുണ്ട്. പക്ഷേ പിന്നെ പേര് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലായില്ലെങ്കിൽ ബിഗ് ബിയില് മേയർ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ള രമേഷ് വർമ്മ. അപ്പൊ അത് അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് അത് മാത്രമല്ല, അദ്ദേഹം തിയേറ്ററിനേക്കാൾ ഉപരി കഥകളി എന്ന് പറയുന്ന ഒരു ക്ലാസിക്കൽ കലാരൂപത്തില് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അത്ര മനോഹരമായിട്ട് പ്ലേ ചെയ്തിട്ടുള്ള ഒരാളാണ്. പിന്നെ സീനിയർ മോസ്റ്റാണ്. അതുപോലെ തന്നെ PT മനോജേട്ടൻ ഇതുപോലെ കുറെ വർഷങ്ങളായിട്ട് നാടക രംഗത്ത് ഗംഭീരമായിട്ടുള്ള ലീഡ് റോളുകളും ഒക്കെ ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. സിനിമകളും ചെയ്തിട്ടുണ്ട്. ഒരു പേര് കൂടി വിട്ടു, ഷാജി നിസാർ. നമ്മുടെ കൂടെ ജോസഫിന്റെ എന്റെ സുഹൃത്തായിട്ടുള്ള എന്റെ കൂടെ തിയേറ്ററിലുണ്ടായിരുന്ന ഷാജി നിസാർ. ഇതിലെ ഒരുപാട് എല്ലാ തിയേറ്ററിലും ബിനീഷ് വലിയ നില തന്നെയുണ്ട്. ഞാൻ ഓർത്തെടുത്തപ്പോ പറഞ്ഞേ ഉള്ളൂ. എനിക്കാണ് നമ്മളെല്ലാവരും തിയേറ്ററിൽ വന്നതുകൊണ്ട് നമുക്ക് അറിഞ്ഞോ അറിയാതെ നമ്മൾക്ക് ഒരു ഇൻഹെറന്റ് ആയിട്ടുള്ള ഒരു ശീലം കൂടിയിരിക്കുക, ഒന്നിച്ച് ആഹാരം കഴിക്കുക, ഒന്നിച്ച് തമാശ പറയുക, വർക്കില് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഉള്ളിലുണ്ട്. നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാനൊക്കെ സിനിമയിൽ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ കേട്ടിട്ടുള്ള വാർത്തകൾ സിനിമയ്ക്കകത്ത് ഭയങ്കര ഹൈറാർക്കി, ചിലർക്ക് അക്കാദമിയിൽ പോയിരിക്കുന്നു, അല്ലെങ്കിൽ ചില ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേറെ ഇരിക്കുന്നു. ഇങ്ങനെ ഒരു ഹൈറാർക്കി ഭയങ്കരമായിട്ട് കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് പടത്തിലൊക്കെ ഒന്നും കണ്ടിട്ടില്ല. നമ്മളൊരു വീട്ടില് അത് ഒരു നേരത്തെ പറഞ്ഞ പോലെ റിമോട്ട് ഏരിയ ആണ്, അവിടെ മൊബൈലിന് റേഞ്ച് ഇല്ല. അപ്പൊ ആ വീട്ടിൽ അമ്മ ആ വീട്ടിൽ അച്ഛനൊക്കെ ആയിട്ട് പോയി തമാശ പറയാ, അവരുടെ അടുക്കളയിൽ പോയിട്ട് അവര് ഓറഞ്ചെടുത്ത് കഴിക്കുക. അത് മാത്രല്ല ആ വീട്ടില് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. ആ വീട്ടിലൊരു പേഴ്സൺ, വീട് നമുക്ക് ലൊക്കേഷൻ തന്നിരിക്കുന്ന വീട് ഷൂട്ടിന് തന്നിരിക്കുന്നു, അദ്ദേഹം പോലും ഭയങ്കര ആസ്വദിച്ച് നമ്മുടെ കൂടെ നിൽക്കുകയായിരുന്നു. അദ്ദേഹം എന്റെ അഡ്രസ്സൊക്കെ വാങ്ങിച്ച് ഇത് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കും. അപ്പൊ അത്രത്തോളം ശരി. അപ്പൊ ഇത്രത്തോളം കണക്റ്റഡ് ആണ് ഈ ഏരിയയും കുടുംബമായിട്ട്. അവരും നമ്മൾ വ്യത്യാസം ഉണ്ടായിട്ടില്ല. നമ്മളവിടെ കയറി ചെന്നപ്പോ നമ്മൾ അതിഥികളെ പോലെ അവർ സ്വീകരിച്ച് തിരിച്ചു വരും. നമ്മളെപ്പോഴും പറയുമല്ലോ, നമ്മള് വിഷ്വൽസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു തണുപ്പ് തരുന്ന വിഷ്വൽസ്. ഇപ്പൊ പച്ചപ്പ് കാണിക്കുക എന്ന് പറഞ്ഞൊരു എല്ലാവരും പറയുന്നത് കേരളത്തിൽ പ്രത്യേകിച്ചും ഗ്രാമീണത അല്ലെങ്കിൽ നേച്ചർ എപ്പോഴും നമുക്കൊരു പ്ലസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോ സൈബർ ക്രൈം ഈ പോസ്റ്ററൊക്കെ കാണുമ്പോൾ അതിനകത്ത് ഫുൾ മൊബൈൽ ഫോണുകളും ഗ്രാഫിക്സും ഒക്കെ ആണെങ്കിലും ഇതിനകത്ത് മുഴുവനും ഈ പച്ചപ്പും വളരെ വലിയൊരു പോർഷൻ, അതായത് ഒരു ഹാർബറിന്റെ കുറെ ഏരിയാസ് ഉണ്ട് മത്സ്യബന്ധനം ചെയ്ത് നമുക്ക് ട്രെയിലറിൽ കാണാൻ പറ്റും. വർക്ക് ചെയ്യുന്ന മനുഷ്യന്മാരാണ്, തൊഴിലെടുത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ അങ്ങനെ ഒരു അതുപോലെ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ DOP നമ്മൾ എടുത്ത് പറയണം, ആൻസർ ഭയങ്കര രസമായിട്ട് ഇതിനെ നമ്മള്, കാരണം വളരെ പ്ലെയിൻ ആയിട്ടുള്ള കുറെ ഫ്രെയിമുകളാണെങ്കിൽ നമുക്ക് ഇത് കഥ ഇമ്പാക്ട് ഉണ്ടാക്കില്ല. അപ്പൊ ഇതിന്റെ ത്രില്ലിംഗ് സ്വഭാവം അനുസരിച്ച് തന്നെ അദ്ദേഹം ഫ്രെയിമുകൾ വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് യാതൊരു കോംപ്രമൈസും ഇല്ലാത്തുള്ള ഷോട്ടുകൾ അതിനകത്ത് വന്നിട്ടുണ്ട്. എഡിറ്റിംഗ് ആണെങ്കിലും എഡിറ്റിംഗില് ഇപ്പൊ നമ്മൾ പറയില്ലേ താളം, എല്ലാത്തിലും താളം, അർത്ഥമില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ടുള്ള താളത്തിലാണ്. ആ താളം എല്ലാവരും നല്ല എഡിറ്റിംഗിലെല്ലാം നമുക്ക് കാണാൻ പറ്റില്ല. ഓരോ സകല മേഖലയും നമ്മൾ സത്യം പറഞ്ഞാൽ എനിക്ക് പ്രൊഡ്യൂസേഴ്സിനെ തിരിച്ചറിയാൻ കുറെ നാൾക്ക് ശേഷം പ്രൊഡ്യൂസർമാരെ എന്റെ മനസ്സിലാക്കി നമുക്ക് സിനിമയിലൊക്കെ കാണിക്കില്ല കാരിക്കച്ചർ പ്രൊഡ്യൂസർമാർ എല്ലാവരും ഇതങ്ങനെയല്ലേ ഷൂട്ട് നടക്കുമ്പോ അപ്പൊ ഞാനറിയാം. അപ്പൊ ഞങ്ങളൊരു ഹറണ്ട് ഓടുന്ന സീക്വൻസ് ആണ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഈ ഭയങ്കര ക്രൗഡ് ഉണ്ട് അവിടെ. അപ്പൊ ഈ ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഈ ആൻസാർക്ക് ഭയങ്കര അഗ്രഹമുണ്ട്. ക്രൗഡിനെ ഹാൻഡിൽ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് കാര്യങ്ങൾ പോലെ ഹാൻഡിൽ ചെയ്യും. അപ്പൊ ഇതില് അവർ പാസ് ചെയ്തിരിക്കാൻ വേണ്ട ഒരാളുകൾ നമ്മുടെ കൂടുതൽ കുറച്ച് കൂടെ അപ്പൊ ഞങ്ങൾ പാസ് ചെയ്തപ്പോ തന്നെ തിരിഞ്ഞു പോയി. അപ്പൊ ഞാൻ അങ്ങനെ പറയാം, പുള്ളി എത്ര പേരെ എത്ര ആൾ പോലും ഇല്ല. അപ്പൊ അതാണ് പ്രൊഡ്യൂസർ. അപ്പൊ ഞാൻ അപ്പൊ 2-3 പേരുണ്ട്. ഇവരൊക്കെ സെറ്റിൽ തന്നെ ഒരു എല്ലാ ഡയറക്ഷൻ സൈഡിലൊക്കെ സഹായിക്കുന്ന രീതിയിൽ സാധാരണ പാസ് അപ്പൊ അവരുടെ ഫ്രണ്ട്സ് അങ്ങനെ ഒരുപാട് പേരുണ്ട്. നമുക്ക് പേര്